തിരുവനന്തപുരം നെടുമങ്ങാട് റോഡിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് കോളേജ് വിദ്യാർത്ഥി മരിച്ചു. പനയമുട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. TS ഹരികൃഷ്ണ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഹരി, എപ്പോഴാണ് ഈ ഒരു അപകടമുണ്ടായത്? ദാരുണമായൊരു സംഭവം, വിശദാംശങ്ങൾ. ഇന്നലെ അർദ്ധരാത്രി 2 മണിയോടെയാണ് ഈ അപകടമുണ്ടായത്. ദാരുണമായ സംഭവമാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് പനയമുട്ടത്ത് വെച്ചാണ് അക്ഷയ്ക്ക് ഷോക്കേൽക്കുന്നത്. അക്ഷയ് കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരികയായിരുന്നു. പനയമുട്ടത്ത് തന്നെയാണ് അക്ഷയുടെ വീട്. ഈ ഇരുചക്ര വാഹനത്തിൽ 3 പേർ സഞ്ചരിച്ചിരുന്നു എന്നാണ് അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് മരം വീണ് മരക്കൊമ്പ് വീണ് റോഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. അതിനടുത്തു തന്നെ ഒരു വൈദ്യുതി പോസ്റ്റും മറിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നാണ് അക്ഷയ്ക്ക് ഷോക്കേറ്റത്. അക്ഷയ്ക്ക് ഒപ്പം ഉണ്ടായിരുന്ന 2 പേർ രക്ഷപ്പെട്ടു. ഇവർ 2 പേരും ഇപ്പോൾ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അക്ഷയുടെ മൃതദേഹം നെടുമങ്ങാട് ആശുപത്രിയിലും മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ സമയത്ത്, അതായത് ഈ ഭാഗങ്ങളിലൊക്കെ മഴയും കാറ്റും ശക്തമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അതിലായിരിക്കും ഈ മരക്കൊമ്പ് വീണതും ഒപ്പം തന്നെ പോസ്റ്റും മറിഞ്ഞു വീണതും. പക്ഷേ ഈ അനാസ്ഥയുടെ ഇരയാകുന്നവർ എത്രയാണ്? ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ സംഭവങ്ങൾ ഉണ്ടാവുകയാണല്ലോ. ഇതും വലിയൊരു അനാസ്ഥ ഉണ്ടായിട്ടില്ലേ ഇവിടെ? ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും കാറ്റത്തും മഴയത്തും ആയിരിക്കണം ഒരുപക്ഷെ ആ പോസ്റ്റ് മറിഞ്ഞു വീണത്. അല്ലെങ്കിൽ അപകടാവസ്ഥയിലായിരുന്ന പോസ്റ്റാണോ ഇല്ലയോ എന്ന് നാട്ടുകാരോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. അത് സംബന്ധിച്ച വിവരങ്ങൾ വരേണ്ടതേ ഉള്ളൂ. പക്ഷേ അക്ഷയ് എന്ന 19 വയസ്സുകാരന്റെ ജീവൻ ഷോക്കേറ്റ് നഷ്ടമായിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ആ ഭാഗത്ത് മഴയും കാറ്റും ശക്തമായിരുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അങ്ങനെ ആണോ പോസ്റ്റ് മറിഞ്ഞു വീണത് എന്നുള്ള കാര്യത്തിലും കൂടുതൽ വ്യക്തത വരേണ്ടിയിരുന്നു. അതിനുശേഷം മാത്രമേ അവരുടെ പ്രതികരണം വരൂ. ശരി, TS ഹരികൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഷോക്കേറ്റ് ഒരു മരണം കൂടി നടന്നിരിക്കുകയാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് റോഡിൽ പൊട്ടി വീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് കോളേജ് വിദ്യാർത്ഥി മരിച്ചു. പനയമുട്ടം സ്വദേശി അക്ഷയ്, 19 വയസ്സുള്ള അക്ഷയാണ് മരിച്ചത്. TS ഹരികൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരി, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. വലിയൊരു അനാസ്ഥ നടന്നിട്ടുണ്ടോ എന്നത് അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ ഒരു അപകടം, ഈ ഒരു വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേൽക്കാനുള്ള ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നത് അറിയേണ്ടതുണ്ട് അല്ലേ ഹരി? ഉറപ്പായിട്ടും. സാധാരണ ഈ വൈദ്യുതി ലൈനൊക്കെ ഇങ്ങനെ പൊട്ടി വീഴുകയാണെങ്കിൽ അതിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എത്ര മണിക്കാണ് ഈ ഒരു അപകടം നടക്കുന്നത് ഹരി? ഈ സമയം എപ്പോഴായിരുന്നു? ഇന്നലെ അർദ്ധരാത്രി 2 മണിക്കാണ് അപകടം നടക്കുന്നത്. ഇവർ ഈ കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോ ആ 2 മണി സമയത്താണ് അവർ അതുവഴി സഞ്ചരിച്ചത്. കുറച്ചു ദൂരമേ ഉള്ളായിരുന്നുള്ളൂ അവിടുന്ന് അക്ഷയുടെ വീട്ടിലേക്ക് എത്താൻ. പക്ഷെ അതിനു മുമ്പാണ് അപകടം സംഭവിച്ചത്. നെടുമങ്ങാടാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. റോഡിൽ പൊട്ടി വീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് കോളേജ് വിദ്യാർത്ഥിയായ അക്ഷയ് മരിച്ചത്. 19 വയസ്സായിരുന്നു. അക്ഷയോടൊപ്പം 2 പേർ കൂടി ഈ ബൈക്കിൽ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അവരാണ് പിന്നീട് നാട്ടുകാരെയൊക്കെ വിവരം അറിയിക്കുന്നതും. അവർ നിലവിൽ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലാണ് എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ ഒരു വൈദ്യുതി കമ്പി പൊട്ടി വീണ സമയം വൈദ്യുതി വിച്ഛേദിച്ചില്ല, അങ്ങനെയുള്ള ഗുരുതരമായ അനാസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. പ്രദേശത്ത് ശക്തമായ മഴയായിരുന്നു. അപ്പോഴാണോ ഈ പോസ്റ്റ് തകർന്നു വീണത്? അങ്ങനെയുള്ള വിശദാംശങ്ങളൊക്കെ ലഭിക്കേണ്ടതുണ്ട്. ഹരി, ഏറ്റവും പുതുതായി എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? നിലവിലുള്ള വിവരം, മൃതദേഹം നെടുമങ്ങാട് ആശുപത്രിയിലാണ്. ഈ അക്ഷയ്ക്കൊപ്പം സഞ്ചരിച്ച 2 പേര് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലുമുണ്ട്. അവരുടെ മൊഴിയെടുത്തതിനു ശേഷം മാത്രമേ ഇനി കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കൂ. മാത്രമല്ല, ഈ സംഭവം ഉണ്ടായത് നെടുമങ്ങാട് ഈ പനയമുട്ടം പള്ളിയുടെ ഭാഗത്ത് വെച്ചാണ്. പാമ്പാടി എന്നുള്ള സ്ഥലത്ത് പള്ളിയുടെ ഭാഗത്ത് വെച്ചാണ്. അപ്പൊ ഇത് ഏത് സാഹചര്യത്തിലാണ് ഈ പോസ്റ്റ് റോഡിലേക്ക് വീണ് കിടന്നത്, എന്തുകൊണ്ട് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചില്ല എന്നുള്ള കാര്യങ്ങളിലാണ് ഇനി ഒരു ഉത്തരം കിട്ടേണ്ടത്. ഒരുപക്ഷെ അത് അപകടാവസ്ഥയിലായിരുന്ന പോസ്റ്റാണ് മറിഞ്ഞു വീണത് എങ്കിൽ അത് വലിയൊരു അനാസ്ഥയുടെ മറ്റൊരു തെളിവ് കൂടിയാണ്, മറ്റൊരു ഉദാഹരണം കൂടിയാണിത്. പക്ഷെ അത് സംബന്ധിച്ചുള്ള വിവരം ഇനി കൃത്യമായി വരേണ്ടതുണ്ട്. അതോ മഴയത്തോ മറ്റോ മരക്കൊമ്പ് വന്നു വീണ് ഈ പോസ്റ്റ് ലൈൻ കമ്പിയിൽ വീണ് അങ്ങനെ പോസ്റ്റ് മറിഞ്ഞു വീണോ, അങ്ങനെയുള്ള കാര്യത്തിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതേസമയം തന്നെ ഈ കഴിഞ്ഞ മഴക്കാലത്തൊക്കെ നിരവധി പോസ്റ്റുകളൊക്കെ ഇതുപോലെ കടമഴകി വീണപ്പോ മരക്കൊമ്പുകളും മറ്റുമൊക്കെ വീണാണ് പല പോസ്റ്റുകളും നിലത്തേക്ക് നിലം പതിച്ചത്. ആ സമയത്തൊക്കെ അപകടാവസ്ഥയിലുള്ള മരച്ചില്ലകളും മറ്റുമൊക്കെ വെട്ടിമാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഈ ഭാഗത്ത് നടന്നിട്ടില്ല എങ്കിൽ അതിനും ഒരുപക്ഷെ അവിടുത്തെ തദ്ദേശ ഭരണകൂടമൊക്കെ ഉത്തരം പറയേണ്ടി വരും. എന്തായാലും ഒരു 19 വയസ്സുകാരന്റെ ജീവൻ ഷോക്കേറ്റ് നഷ്ടമായിരിക്കുകയാണ്.